എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും ഷോക്കായിട്ട് നമ്മുടെ പിങ്ക് വില്ലനെ നോക്കുകയാണ്. ആ പിങ്ക് വില്ലൻ അവൻ പൂർണ്ണമായിട്ടും അവന്റെ കുഞ്ഞിനെ പോലായി മാറിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ തലയിൽ വെക്കുന്ന സ്കാർഫ്, കുഞ്ഞിട്ടതുപോലുള്ള മഞ്ഞ ട്രൗസർ, ചെറിയ ഷർട്ട് എന്നിങ്ങനെ മൊത്തത്തിൽ ആ കുഞ്ഞിന്റെ ലുക്ക് അതങ്ങനെ കോപ്പി അടിച്ചിരിക്കുകയാണ്. എന്തിന്, അവന്റെ വായിൽ കുഞ്ഞ് കുടിച്ചിരുന്ന ആ ഫീഡിംഗ് ബോട്ടിൽ പോലും ഉണ്ട്. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ വൈഫിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും ഒക്കെയാണ് അവൻ നാണം കെട്ടിട്ട് പോലും ഇങ്ങനെയുള്ള വേഷമൊക്കെ ധരിച്ച് അവിടേക്ക് വരിക. അവന്റെ ഡ്രസ്സും അതിലെ ഫീഡിംഗ് ബോട്ടിലൊക്കെ കാണുമ്പോൾ അവള് വീണ്ടും ചെറുതായിട്ട് ഒന്ന് ചിരിക്കും. അത് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഡോക്ടറും നഴ്സും ഒക്കെ ദൂരത്ത് നിന്ന് ആ കാഴ്ച കാണും. ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, ഒരുപക്ഷെ കുഞ്ഞിനെയും വൈഫിനെ നഷ്ടപ്പെട്ടതിൽ ഇവന്റെ മാനസിക നില അത് തെറ്റിയിട്ടുണ്ടാവോ, ഒരുപക്ഷെ ഇനി വൈഫിന്റെ കൂടെ ഇവനും ഒക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ അവർ പരസ്പരം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പിങ്കുവില്ലനാണെങ്കിൽ ആ ഒരു ഡ്രസ് കോഡ് അത് അവന്റെ ഡെയിലി ഡ്രസ്സാക്കി മാറ്റും. ടൗണിലൂടെയും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും പുറത്തൂടെ നടക്കുമ്പോഴും ഒക്കെ തന്നെ അവൻ ആ ഗെറ്റപ്പിലായിരിക്കും നടന്നു പോവുക. ചുറ്റുമുള്ളവരെല്ലാവരും അവനെ നോക്കി പരിഹസിച്ച് കളിയാക്കി ചിരിക്കുകയാണ്. പക്ഷെ പിങ്കുവില്ലനാണെങ്കിൽ അതിലൊന്നും തളരാതെ ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടെ മുൻപോട്ടേക്ക് നടക്കും. പക്ഷെ ചിലർക്ക് മാത്രം അവന്റെ വേദന മനസ്സിലാവും. അവന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, അവരെ തിരികെ പിടിക്കാനാണ് അവൻ കഷ്ടപ്പെട്ട് ഇതുപോലുള്ള വേഷമൊക്കെ ധരിച്ച് ഇതുവഴി നടക്കുന്നത്. സോ അവന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്താ, അവന്റെ ടീമിലുള്ള ട്രബോളും ബാക്കിയുള്ള ആളുകളും അവരെല്ലാവരും അവനെ കളിയാക്കി കൊണ്ടേയിരിക്കും. അതിലൊന്നും തളർന്നു പോവാതെ അവൻ ഡെയിലി ദിവസമായിട്ട് അവന്റെ വൈഫിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം അവൻ നടന്നു പോകുമ്പോൾ വീണ്ടും മഴ അതിശക്തമായിട്ട് പെയ്യാണ്. മഴ പെയ്യുന്നത് കണ്ടതും അവനൊരു ഷോപ്പിന്റെ സൈഡിലേക്ക് കയറി നിൽക്കും. അവൻ ഒരു സെക്കൻഡ് അവന്റെ വൈഫിനെ ആദ്യമായിട്ട് കണ്ട ഓർമ്മ അവന്റെ മനസ്സിലേക്ക് വരികയാണ്. ഇതുപോലൊരു മഴയത്താണ് അവൻ അവളെ കണ്ടുമുട്ടിയത്. അവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈഫിനെ കാണണമെന്ന് തോന്നി ആ മഴയത്ത് തന്നെ ഓടി ഓടി അവളുടെ അടുത്തേക്ക് വരികയാണ്. അവളുടെ മുഖത്ത് കാണുന്ന ആ ചെറിയ പുഞ്ചിരി അത് കാണുമ്പോൾ അവന് അവരുടെ കുഞ്ഞിനെ ഓർമ്മ വരും. അവൻ അവളുടെ കൈ പിടിച്ച് പറയും, എനിക്കെന്റെ പഴയ വേഷത്തെക്കാളും ഇപ്പോൾ ഒരുപാട് ഇഷ്ടം ഇതാണ്, കാരണം ഈ വേഷമാണ് നിനക്കും ഇഷ്ടം. ആരൊക്കെ എന്നെ കളിയാക്കിയാലും അപമാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഈ ഒരു ഡ്രസ്സ് അത് ഞാൻ നിനക്ക് വേണ്ടി തന്നെ ഇടും. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയമഞ്ജരിയിൽ അങ്ങനെ നീരാടുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ആങ്കി അവനെ പിടിച്ചു വലിച്ച് ആറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. അവൻ ഇപ്പോഴും അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണുള്ളത്. ആങ്കി അവനെ ഇടിച്ച് ഇപ്പൊ ദൂരേക്ക് വലിച്ചെറിയും. അവൻ അങ്ങനെ തെറിച്ചു പോകുന്തോറും അവന്റെ സ്കാർഫ് പതിയെ അഴിയും. കണ്ണടയാണെങ്കിൽ പൊട്ടി താഴെ വീഴും. പക്ഷെ അവന്റെ മനസ്സിൽ അവന്റെ വൈഫും അവനും തമ്മിൽ സ്പെൻഡ് ചെയ്ത ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങൾ മാത്രമാണ് ഇപ്പോൾ. കട്ട് ചെയ്ത ഫ്രാങ്കി ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. പക്ഷെ അവന്റെ കണ്ണിലും അവന്റെ മുഖം മുഴുവൻ ടീയേഴ്സ് ആയിട്ട് ഫില്ലായി കിടക്കുകയാണ്. ഫ്രാങ്കി അവന്റെ കണ്ണീര് തുടച്ച് ഇപ്പൊ ലിറ്റിൽ പീപ്പിൾസിന്റെ അടുത്തേക്ക് വരും. ലിറ്റിൽ പീപ്പിൾസ്, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത്രയും കാലവും നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിക്കാനുള്ള സമയം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കമ്പനി അത് തല്ലി തകർക്കണമെന്ന് പറഞ്ഞ് ഫ്രാങ്കിയും ലിറ്റിൽ പീപ്പിൾസും ഇപ്പോൾ ഫാക്ടറിയുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം ലിറ്റിൽ പീപ്പിൾസ് അവർ ആ ഫാക്ടറിയിലേക്ക് എരച്ച് കയറുകയാണ്. ഫ്രാങ്കി പറയും, ഇനി എല്ലാ കാര്യങ്ങളും റോഹാൻ ലൂഫിയും നിങ്ങളും ചേർന്ന് ചെയ്യണം. എനിക്ക് ആരോഗ്യമില്ല, എൻ്റെ ബോഡി മുഴുവനും പഞ്ചറാണെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ സിറ്റി കാണിക്കും. അതാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മുഴുവനായിട്ടും തകർന്ന് കിടക്കുകയാണ്. കാട് ഏതാണ് നാട് ഏതാണെന്ന് അറിയാത്ത അവസ്ഥ. കട്ട് ചെയ്ത ഇവിടെ ഡീമണ്ടെ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ നീട്ടി കൊണ്ടുവന്ന് ഫ്ലവർ ഫീൽഡിൽ ആഞ്ഞു വെട്ടും. ആ ഒരു ഫീൽഡ് അതിപ്പോ രണ്ടായിട്ട് തകരുകയാണ്. വീണ്ടും അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ആ ഫീൽഡിൽ ആഞ്ഞു വെട്ടുമ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റില് നമ്മുടെ കൈറോസ് അവനൊരു ഭാഗത്തേക്ക് തെറിച്ചു പോവും. മറ്റൊരു ഭാഗത്തേക്ക് റോബിനും റബേക്കയും അവരും ഒരു ഭാഗത്തേക്ക് തെറിച്ചു പോയി വീഴും. അതിനുശേഷം ഇപ്പൊ ഡീമണ്ടെ കൈറോസിനെ കളിയാക്കുകയാണ്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ വലിയ ഗ്ലാഡിയേറ്റർ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എൻ്റെ പവറിന് മുൻപിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണ് ഈ ഐലാൻഡിലെ ഏറ്റവും വലിയ ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സ്റ്റൈലായിട്ട് പോസ് കൊടുത്ത് നിൽക്കും. ഇതിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ആ വില്ലനെ വെട്ടാൻ അവന്റെ തൊട്ടടുത്തെത്തും. ഹീറോസ് അവന്റെ ക്ലോസ് എത്തേണ്ട താമസം വില്ലൻ അവൻ ഞൊട്ടിയ ഇടയിൽ ഇപ്പൊ പേപ്പർ പോലെ അവന്റെ ബോഡി ചേഞ്ച് ചെയ്ത് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് റബേക്കയുടെ അടുത്തേക്ക് പോയി അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കൈറോസ് ആണെങ്കിൽ അവന്റെ
ക്ഷമ നശിച്ച് ഇപ്പൊ വീണ്ടും ഡീമണ്ടയുടെ അടുത്തേക്ക് വരാണ്. റബേക്കയാണെങ്കിൽ അവളുടെ പപ്പയുടെ പേര് വിളിച്ച് നിലവിളിക്കും. ഇവിടെ കൈറോസ് അവനാണെങ്കിൽ ഓൾറെഡി ഒരു കാല് നഷ്ടപ്പെട്ടു. മാത്രമല്ല ഇപ്പൊ ഡീമണ്ടെ പവർ ഉപയോഗിച്ച് ബേസ്മെന്റിൽ ഒരല ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് നിന്ന് അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് ആ ഡീമണ്ടെ വില്ലൻ അവന്റെ ബോർഡ് തന്നെ പേപ്പർ പോലെ ാക്കി മാറ്റി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ജോട്ടിയുടെ ഇടയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സൂം ഔട്ട് ചെയ്ത വയലറ്റിനെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ആശ്വാസവും. കാരണം പ്രധാനപ്പെട്ട കുറച്ച് വില്ലന്മാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൈറോസിന്റെ അവസ്ഥ അത് കുറച്ച് മോശമാണെന്ന് അവൾ മനസ്സിലാക്കും. അവളാണെങ്കിൽ അവളുടെ പപ്പ റിങ്കു കിങ്ങിനോട് നമുക്ക് എന്തെങ്കിലും കൈറോസിന് വേണ്ടി ചെയ്യണമെന്ന് പറയും. അതേസമയം കൈറോസ് അവൻ ദേഷ്യപ്പെട്ട് പറയും, എനിക്കൊരു കാല് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് എന്റെ ചങ്കുറപ്പിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് നീ ഇനി രക്ഷപ്പെട്ടു പോവില്ല. എന്റെ വൈഫിനെ കൊന്നതിനുള്ള പ്രതികാരം അത് തീർച്ചയായിട്ടും ഞാൻ നിന്നോട് തീർക്കും. അടുത്ത നിമിഷം ഡീമണ്ടെ അവർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്ത് ആകാശത്തില് ഒരുപാട് അയൺ ബോംബ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ താഴേക്ക് കൊണ്ടുവരാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭീതിയായി അതിനെ നോക്കും. വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കൈറോസ് ആണെങ്കിൽ അത് കണ്ട് ഇപ്പൊ റോബിനോട് നിലവിളിച്ചു പറയും, റോബിൻ എത്രയും വേഗം റബേക്കയായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. അതിന് റോബിൻ പറയും, ഞങ്ങൾ മാത്രമായിട്ട് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. റോബിൻ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള സൺഫ്ലവേഴ്സിന്റെ ചെടികൾ അതൊന്നൊന്നായിട്ട് പറിച്ചെടുക്കാനായിട്ട് തുടങ്ങും. റോബിൻ ആ ഫ്ലവേഴ്സ് എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ വലിയൊരു കുട ക്രിയേറ്റ് ചെയ്യാണ്. അതേസമയം ഇവിടെ ഡീമണ്ടെ അവനൊരു അയൺ അംബർല ക്രിയേറ്റ് ചെയ്ത് ഇപ്പോ ആ ഒരു അയൺ ബോൾസ് എല്ലാം നമ്മുടെ ആൾക്കാർക്ക് നേരെ അമ്പം ഫോഴ്സിൽ വലിച്ചെറിയിപ്പിക്കും. പക്ഷെ എന്താ, ആ ഒരു സൺഫ്ലവർ അംബർല അതിനെ താണ്ടി ഒരു അയൺ ബോൾ പോലും അവരുടെ ദേഹത്ത് കൊള്ളില്ല. റോബിൻ ആണെങ്കിൽ കൈറോസിനെ അവരുടെ അടുത്തേക്ക് വിളിക്കും. പക്ഷെ കൈറോസ് അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ചുറ്റും വരുന്ന ബോൾസിനെ എല്ലാം തന്നെ സ്ക്വാഡ് ഉപയോഗിച്ച് വെട്ടി വീശും. ഡീമണ്ടെ ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. ഇവിടെ കൈറോസ് ആ ബോളെല്ലാം വെട്ടി വീശി ഡീമണ്ടയെ വെട്ടാനായിട്ട് പാഞ്ഞടുക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഡീമണ്ടെ ഗണ്ണെടുത്ത് കൈറോസിന്റെ കാലിൽ വെടിവെക്കുകയാണ്. വേദനയിൽ കൈറോസിന്റെ കൺട്രോൾ പോയി അവൻ താഴെ വീഴും. താഴെ വീണതുകൊണ്ട് തന്നെ അയൺ ബോർഡുകളെല്ലാം തന്നെ അവന്റെ ബോഡിയിലേക്ക് വീഴുകയാണ്. റബേക്കയ്ക്കാണെങ്കിൽ അതുകൊണ്ട് സഹിക്കില്ല. അവള് കൈറോസിന്റെ പേര് വിളിച്ച് അങ്ങനെ നിലവിളിച്ച് കരയാണ്. റബേക്കയുടെ കൺട്രോൾ പോയി അവളാണെങ്കിൽ ഇപ്പൊ ഡീമണ്ടേക്ക് നേരെ ഓടാൻ തുടങ്ങും. അത് കണ്ട റോബിൻ അവളെ പിടിച്ചു വെക്കും. റബേക്ക പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായാലും അയൺ ബോൾ അത് അവളുടെ ദേഹത്ത് വീഴും. അത് വലിയ അപകടമാണ്. ഡീമണ്ടേ ആണെങ്കിൽ അവരെ നോക്കി പരിഹസിച്ച് പറയും, ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കൈറോസ്, ഞാൻ സ്കാർലെറ്റിനെ കൊന്ന അതേ ഗണ്ണുപയോഗിച്ചാണ് നിന്നെ ഷൂട്ട് ചെയ്തത്. പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ബുള്ളറ്റ് അത് നിന്റെ തലയിലായിരിക്കും. അതോടുകൂടെ നിന്റെ കാറ്റ് പോവും. പിന്നീട് നിന്റെ മകളെയും 3 പേരെയും ഇതേ ഗണ്ണുപയോഗിച്ച് കൊന്ന് ഞാൻ പരലോകത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. റബേക്ക ആണെങ്കിൽ റോബിന്റെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിക്കും. എന്നെ വിട്, എനിക്ക് പോണെന്ന് പറഞ്ഞ് അവള് ബഹളം വെക്കും. അടുത്ത നിമിഷം കൈറോസ് ആള് എഴുന്നേക്കാണ്. റബേക്ക, ഒരു കാരണവശാലും ഈ ഫൈറ്റില് ഇടപെടാനായിട്ട് പാടില്ല. ഇപ്പൊ തന്നെ നീ സ്ക്വാഡ് താഴെ ഇടണം. ഇതെനിക്കും ഡീമണ്ടേക്കും തമ്മിലുള്ള ഫൈറ്റാണ്. വർഷങ്ങളായിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന പക വീട്ടാനുള്ള കറക്റ്റ് സമയം. സോ നീ ഒരിക്കലും ഇതിനിടയിലേക്ക് വരാൻ പാടില്ല എന്ന് പറയും. റബേക്ക ആണെങ്കിൽ അവളുടെ പപ്പ കൈറോസിനെ അവളുടെ അടുത്തേക്ക് വിളിക്കും. കൈറോസ് ആണെങ്കിൽ തീർത്തു പറയും, നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് നിനക്ക് ഓർമ്മയില്ലേ? അത് കേട്ട് ഒരു സെക്കൻഡ് അവളുടെ അമ്മയെ ഓർത്ത് ആ സ്ക്വാഡ് അത് താഴേക്ക് ഇടുകയാണ്. ഇവിടെ കൈറോസ് അവന്റെ അവസാനത്തെ പവറും എടുത്ത് ഡീമണ്ടേക്ക് നേരെ കുതിച്ചു പായുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.